ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ എപ്പോഴും വാങ്ങിച്ചതിന് ശേഷം കഴുകിയതിന് ശേഷം വിനീഗറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് സമയം പുരട്ടി വെച്ചിട്ട് കഴുകിയെടുത്തതാണ്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണിത്. ഇതുകൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളമില്ലാതെ നല്ല കട്ടിയായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ടിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലല്ല വെക്കുന്നത്, വെളിയിൽ തന്നെയാണ് വെക്കുന്നത്. ഇനി നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണിത്. അതിനായിട്ട് ഞാൻ 20 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണ്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം ഞാൻ നല്ലതുപോലെ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസുള്ള തേങ്ങ ഫുള്ള് ചിരകിയതാണ്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്തുന്ന ഇതിൻ്റെ തേങ്ങാപ്പാൽ നമുക്കെടുത്ത് മാറ്റി വെക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാളയാണ്. ഇത് നല്ലതുപോലെ അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത് കഴിയുമ്പോൾ കറിക്ക് നല്ല തിക്നെസ് കിട്ടും. ഇനി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ ഈ കറിക്ക് വേണ്ടി ആകെ യൂസ് ചെയ്യുന്ന എണ്ണയാണിത്. ഇത്രയും മതി. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ചുവന്നുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴറ്റുക. അതിനുശേഷം അരച്ച് വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ നല്ലതുപോലെ അരച്ചതായതുകൊണ്ട് ഇതിൽ വെള്ളമുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെള്ളമെല്ലാം കളഞ്ഞ് ഇതുപോലെ ആക്കിയെടുക്കുക, വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർക്കുന്ന മസാലകളേ ഉള്ളൂ. ഇനി നമ്മൾ എക്സ്ട്രാ പൊടികളൊന്നും ഇത് ചേർക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയും കുറച്ച് സമയം ചെറിയ തീയിലിട്ടിട്ട് ഈ മസാലയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്ന രീതിയിൽ ചിക്കനൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പൊടികളുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1-ാം പാൽ 2-ാം പാലിന് സെപ്പറേറ്റ് ചെയ്യുന്നില്ല, എല്ലാം കൂടെ ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഇപ്പം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എണ്ണയൊന്നും വേറെ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാലിൽ നിന്ന് ഇറങ്ങിയ എണ്ണയാണിത്. ഇതിൽ കിടന്നാണ് ഈ ചിക്കൻ വേവേണ്ടത്. ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് ഇത് വേവിക്കാം. ഇപ്പം നമ്മുടെ ചിക്കന് വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് എടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഗ്രേവി നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് പറ്റിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ഗ്രേവി ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. തേങ്ങാപ്പാൽ എടുക്കുന്നൊരു കഷ്ടപ്പാടേ ഉള്ളൂ. വളരെ എളുപ്പം ഉണ്ടാക്കാം. നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് അധികം വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ എടുത്ത് ഒരു കറി ഉണ്ടാക്കത്തില്ല. അത് കുറച്ചായിട്ട് കുറച്ച് ഡപ്പയിലാക്കി ഫ്രീസറിൽ വെച്ചിട്ട് വേറെ വേറെ സെപ്പറേറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കറികളായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ചിക്കനൊന്നും മടുത്ത് പോകത്തുമില്ല. ഒരു വെറൈറ്റി കറിയൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്.
അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.